പല്ല് കൊഴിഞ്ഞ് പുറത്ത് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വെള്ളത്തിലോ ടവലിലോ പഞ്ഞിയിലോ ഒന്നും പൊതിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് എത്തിക്കരുത്. ഒരു വീഴ്ചയിലോ ഒരു ആക്സിഡന്റിലൊക്കെ നിങ്ങളെ പല്ല് കൊഴിഞ്ഞു വീണു എന്ന് കരുതാം, വേരോടെ തന്നെ കൊഴിഞ്ഞു വീണു. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ആ പല്ലിനെ രക്ഷിച്ചെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ ഈ പല്ല് കൊഴിഞ്ഞു വീണിട്ട് പൂർണ്ണമായിട്ടും ആ പല്ല് വേരോടെ നിങ്ങളെ വായന്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കാതെ തന്നെ കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അതേ പല്ല് അല്ലെങ്കിൽ വേറൊരാളെ ഹെൽപ്പോട് കൂടിയിട്ടോ ആ പല്ല് സോക്കറ്റിലേക്ക് നിങ്ങൾക്ക് കയറ്റി വെക്കാൻ സാധിക്കും. അങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ കയറ്റി വെച്ച രീതിയൊക്കെ തെറ്റായിരിക്കാം. കയറ്റി വെച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടേണ്ടതാണ്. അങ്ങനെ നിങ്ങൾക്ക് 100% ആ പല്ലിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ കൊഴിഞ്ഞു വീണ പല്ല് നിലത്തേക്കായിരിക്കും വീണിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ നിലത്ത് വീണ പല്ല് നിങ്ങൾ ഒരിക്കലും രണ്ടാമതായിട്ട് വായയിലെ സോക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫെക്റ്റഡ് ആയി ആ പല്ല് കൊഴിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിലത്ത് വീണ പല്ലാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തൊട്ടടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ പല്ലിനെ 100% നമുക്ക് സേവ് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്ത സംശയമായിരിക്കും, എന്ത് മീഡിയത്തിൽ വെച്ചിട്ടാണ് ക്ലിനിക്കിലേക്ക് എത്തിക്കുക ഈ പല്ലിനെ? അതായത് ടവലിൽ വെക്കണോ, ക്ലോത്തിൽ വെക്കണോ, പഞ്ഞിയിൽ വെക്കണോ, അതോ വെള്ളത്തിലിട്ട് കൊണ്ടുവരണോ? അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരിക്കലും ക്ലോത്തിലോ വെള്ളത്തിലോ ഇട്ട് കൊണ്ടുവരരുത്. ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് കൊണ്ടുവരികയാണെങ്കിൽ പല്ലിന്റെ വേരിന്റെ ചുറ്റും പെരിഡോണ്ടൽ ലിഗമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പെരിഡോണ്ടൽ ലിഗമെന്റ്സിന് ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധാരണക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ മിൽക്കാണ്. പാലിലിട്ടിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. അതും ഇമ്മീഡിയറ്റ്ലി വിതിൻ ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഈ പല്ലോടെ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പല്ലിനെ 100% സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ബ്രഷ് എടുത്ത് ഉരച്ച് കഴുകുവോ അതിലെ ചോരയൊന്നും കളയോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അതേ പല്ല് എങ്ങനെയാണ് ഉള്ളത് അതിനെ മിൽക്കിലിട്ട് വെച്ചിട്ട് തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ പല്ല് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ടവലിലോ വെള്ളത്തിലോ ഒന്നും ഇട്ടിട്ട് ഡോക്ടറെ അടുത്ത് എത്തിക്കരുത്. അത് ആ പല്ലിനെ കൂടുതൽ ഡാമേജ് ആക്കും. അതുപോലെ നല്ല ഹോസ്പിറ്റലൊന്നും തേടിയിട്ട് ഓടി നടക്കരുത്. ലേറ്റ് ആയാൽ പല്ലിൻ്റെ ലിഗമെന്റ്സ് ഒക്കെ ഡാമേജ് ആയിട്ട് നമുക്ക് അതിനെ സേവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ക്ലിനിക്കിൽ പോവുക, എത്രയും പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കുറച്ച് പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.